മണിവരെയും പ്രൈസ് ഗാഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളുടെ യേശുക്രിസ്തു, നമ്മുടെ ദൈവമായിട്ടുള്ള യേശുക്രിസ്തു മാനവരാശിനെ വളരെയധികം സ്നേഹിക്കുന്നു. തൻ്റെ ഒരിക്കലും കെട്ടുപോകാത്ത, ഒരിക്കലും അടങ്ങാത്ത സ്നേഹത്തിന്റെ എൻ്റെ വലിപ്പം കൊണ്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ആദ്യമായിട്ട് വന്നത്, അല്ലെ? ഒരു എന്താ പറയുക, ബലിയാടായിട്ട് ഈ ലോകത്തിലേക്ക് വന്നത്. പക്ഷെ ഇനി രണ്ടാമത്തെ പ്രാവശ്യം വരാനുള്ള സമയം അടുത്തിരിക്കുന്നു, അല്ലെ? ഇത് എൻഡ് ഓഫ് ഏജ് ആണ്. എന്നാണ് സമയവും ഡേറ്റും, യേശു വരുന്ന സമയവും ഡേറ്റും നമുക്കൊന്നും അറിയത്തില്ല. പക്ഷെ യേശു തിരിച്ചു വരുന്നു എന്ന് യേശു തന്നെ പറയുന്നു, അല്ലെ? അപ്പൊ മനുഷ്യരെ പോലെ വെറും വാക്ക് പറയുന്നവനല്ല നമ്മുടെ ദൈവം, അല്ലെ? വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടുന്ന വ്യക്തിയല്ല ദൈവം, അല്ലെ? ദൈവം യേശുക്രിസ്തു പറഞ്ഞത് തന്നെയാണ്, അല്ലെ? അപ്പൊ യേശു വരുന്നു, എത്രയും പെട്ടെന്ന് വരും. നമുക്ക് ഡേറ്റ് സമയമൊന്നും അറിയത്തില്ല. പക്ഷേ ദൈവം ഈ യേശുവിന്റെ വരവിന്റെ സമയത്തുള്ള അടയാളങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഒരു അടയാളമാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, പലരുടെയും സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, അല്ലെ? അത് തണുത്തു പോകുന്ന ഒരു സമയമായിരിക്കും. പലരും യേശുവിനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാലം വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ പലരെന്നും ദൈവം പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തുള്ള വ്യക്തികളെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം ലോകത്തുള്ള വ്യക്തികൾക്ക് അല്ലേ തന്നെ ദൈവത്തെ യേശു ക്രിസ്തുവിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ളവർ ഉപേക്ഷിച്ച് പോകും എന്ന് യേശു പറയേണ്ട കാര്യമില്ലല്ലോ. യേശു പറഞ്ഞിരിക്കുന്നത്, അല്ലെ, ഉപേക്ഷിച്ച് പോകും എന്ന് പറഞ്ഞിരിക്കുന്ന സ്വന്തം മക്കളെ പറ്റിയാണ്, അല്ലെ? അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, പലരും വീണു പോകാൻ ചാൻസ് ഉണ്ട്. ആ വീണു പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടരുത്, അല്ലെ? അതിനായിട്ട് നമ്മൾ നമ്മളെ തന്നെ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോൾ ഇടവരുത്തരുത്, അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയുള്ളത്. മുമ്പോട്ട് പോകുന്നിടത്തൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കും. കർത്താവ്, ഈ സമയത്തിന് നന്ദി പറയുന്നു കർത്താവ്. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. അങ്ങയുടെ കരുണയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവ്. അങ്ങയുടെ ദയക്കായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ലോർഡ് ഫാദർ ഗാഡ്, ഞങ്ങൾ ഞങ്ങളുടെ പാപത്തിലായിരുന്നപ്പോൾ ഞങ്ങളെ സ്വീകരിച്ച ദൈവം, ഞങ്ങൾ പാപത്തിലായിരുന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ പാപത്തിന്റെ ചേറ്റുകുഴിയിൽ നിന്ന് ഞങ്ങളെ പൊക്കിക്കൊണ്ട് വന്ന് കർത്താവ്, അങ്ങയുടെ രക്തം കൊണ്ട് കർത്താവ് ഞങ്ങളെ വാഷ് ചെയ്ത് ഞങ്ങൾക്കൊരു ജീവൻ തന്ന ദൈവം, നന്ദി പിതാവേ. കർത്താവ് യേശുവേ, അങ്ങ് തിരിച്ചു വരുന്നു കർത്താവ്. ലോർഡ്, അങ്ങയുടെ വരവിനായിട്ട് ഞങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് തരുന്നു അപേക്ഷിക്കുന്നു കർത്താവ്. ലോർഡ് ഫാദർ ഗാഡ്, താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ്, അങ്ങാണ് ട്രൂത്തിന്റെ ദൈവം. ഓ മാസ്റ്റർ, ഞങ്ങളെ പഠിപ്പിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പാ അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. മത്തായി സുവിശേഷത്തിലേക്ക് പോകാം. 24-ാമത്തെ ചാപ്റ്റർ. ഇത് എല്ലാവർക്കും അറിയാവുന്ന ചാപ്റ്റർ ആണ്. വളരെയധികം പ്രാവശ്യം നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ പെട്ടെന്ന് വായിക്കാൻ, കംപ്ലീറ്റ് ചാപ്റ്റർ വായിക്കാൻ സമയമില്ല. 1 തൊട്ട് 14 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വായിക്കാം. മത്തായിന്റെ 24-ന്റെ 1 തൊട്ട് 14 വരെയുള്ള വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ യേശു പറഞ്ഞ ഈ പ്രോഫസി ഓൾറെഡി ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട്, ഇത് ഓൾറെഡി നടന്ന കാര്യമാണിത്. യേശു പറഞ്ഞ അതേപോലെ തന്നെ നടന്നു. നമുക്കറിയാം, ഇന്നിപ്പോ ജെറുസലേമില് ടെമ്പിൾ ഒന്നും ഇല്ലല്ലോ ഇപ്പൊ അവിടെ, അല്ലെ? അപ്പൊ എന്ന് പറഞ്ഞു. 3-ാമത്തെ വാക്കോട്ട്, അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചു അവന്റെ അടുക്കൽ വന്നു, അത് എപ്പോൾ സംഭവിക്കും എന്നു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ കൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേർ എടുത്തു വന്നു പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും ശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പിൻ, സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇത് ഒക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികൾ നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്നു അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും ഈ സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അപ്പൊ നമുക്കറിയാം, ശിഷ്യന്മാര്, അല്ലെ? ശിഷ്യന്മാര് വഴി ദൈവം നമ്മളോടും കൂടെ സംസാരിക്കുവാണ്, അല്ലെ? ശിഷ്യന്മാർ ചോദിക്കുന്നത്, എന്താണ് അടയാളം?
ദൈവം യേശുക്രിസ്തു തിരിച്ചു വരുന്നു എന്നുള്ളതിന്റെ അടയാളം എന്താണ്? അപ്പൊ യേശു ഇവിടെ പറയുകയാണ് ഓരോ അടയാളങ്ങളെ പറ്റി പറഞ്ഞു. നമ്മുടെ ദൈവം നമ്മളെ വെറുതെ ഇങ്ങനെ ഇരുട്ടിൽ ഇങ്ങനെ നിർത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു ദൈവമല്ല അല്ലെ. നമുക്കറിയാം യേശു തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. പ്രോഫറ്റുമാരോട് പറയാതെ ദൈവം ഒരു കാര്യം ചെയ്യത്തില്ല അല്ലെ. യേശു ഇവിടെ നമ്മളോട് വെളിപ്പെടുത്തി തരുവാണ് എന്താണ് വരാൻ പോകുന്ന കാര്യത്തെ പറ്റി അല്ലെ. എങ്ങനെയായിരിക്കും നമ്മളുടെ കാലങ്ങൾ ഇനി വരാൻ പോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മളെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് യേശു പറയുന്നത്. വെറുതെ ഒരു എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുമല്ലോ. പക്ഷെ നമ്മളെ തന്നെ നമ്മൾ ഒരുക്കുക. അവന്റെ വരവ് എന്ന് വേണ്ടെങ്കിലും നടക്കും. നമ്മള് എന്താ പറയാ ബുദ്ധിയില്ലാത്ത 5 കന്യകമാരെ പോലെ ആയി തീരാതിരിക്കുന്നതിന് വേണ്ടി അല്ലെ, ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ ആകുന്നതിന് വേണ്ടി അല്ലെ, നമ്മളെ തന്നെ ഒരുക്കിയിരിക്കും. നമ്മുടെ മണവാളൻ എന്ന് വേണമെങ്കിലും വരാം. അപ്പൊ ഇവിടെ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ആദ്യ കുറച്ച് വാക്കുകൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലോകത്ത് നടക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയാണെങ്കിൽ, പിന്നെ എന്താ പറയുക 10 തൊട്ടുള്ള 9 തൊട്ട് 14 വരെയുള്ള വാക്കുകൾ യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചർച്ചിന്റെ കാര്യത്തെ പറ്റിയാണ് അല്ലെ. അപ്പൊ ആദ്യം ലോകത്ത് നടക്കാൻ പോകുന്ന കാര്യത്തെ പറ്റി പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുക, എന്താ പറയുക, ആദ്യം തന്നെ യേശു നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ആരും തെറ്റിക്കാതെ സൂക്ഷിക്കണം അല്ലെ. നിങ്ങളെ ആരും ചതിക്കാതെ കബളിപ്പിക്കാതെ സൂക്ഷിക്കണം. അടുത്ത വാക്ക് ഇവിടെ പറഞ്ഞിരിക്കുക 5ാമത്തെ വാക്ക് പറയുക, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞു അനേകർ എന്റെ പേർ എടുത്തു വന്ന് പലരെയും തെറ്റിക്കും. അപ്പൊ ക്രിസ്തു എന്ന് പറയുമ്പോ, ക്രൈസ്റ്റ് എന്ന് പറയുമ്പോ നമ്മള് ഒരു കാര്യം മനസ്സിലാക്കുക, ആ പേര് ക്രൈസ്റ്റ് എന്നുള്ളപ്പോ ജീസസിനെ പറ്റി പറയുന്നത്, അതിന് വേറൊരു അർത്ഥമല്ല മെസ്സയ്യ എന്നുള്ളത് അല്ലെ. അപ്പൊ മെസ്സയ്യ എന്ന് പറഞ്ഞ അനോയിന്റഡ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ, അഭിഷേകം പ്രാപിച്ച അഭിഷേകമുള്ളവൻ. അപ്പൊ എന്ന് പറയുമ്പോ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വരുന്നവൻ അല്ലെ. അപ്പൊ ഇവിടെ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക പേര് വരും എന്ന് യേശു പറയുമ്പോ, ഞാൻ യേശു ക്രിസ്തു എന്ന് പറഞ്ഞു വരും എന്നല്ല പറയുന്നത്, അഭിഷേകമുള്ളവൻ, ദൈവത്തിൽ നിന്ന് വന്നവൻ അല്ലെ, രക്ഷപ്പെടുത്താൻ വേണ്ടി മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൽ നിന്ന് വന്നവൻ എന്നുള്ള പേരില് പറഞ്ഞു പലരും വരും. നമുക്കറിയാം അല്ലെ, മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി എഴുന്നേറ്റ് ദൈവം വിട്ടതാണെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലേക്ക് നോക്കുകയാണ്, ഖുറാനും ഹദീദുകളൊക്കെ എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്തതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. നമുക്ക് അപ്പോഴേ കാണാൻ പറ്റും അദ്ദേഹത്തെ വിട്ടിരിക്കുന്ന യഹോവയായ ദൈവമല്ലെന്നുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും അല്ലെ. അതിലേക്ക് പോകുമല്ലോ. എനിക്ക് അതല്ല എന്റെ ഉദ്ദേശം, ഇന്നത്തെ ഉദ്ദേശം. അപ്പോ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നു പലരും ഞാൻ രക്ഷകനാണെന്നുള്ള പേരിൽ വരും. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കുക എന്ന് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ 6ാമത്തെ വാക്കോട് പറയുന്ന യുദ്ധങ്ങളെ പറ്റി, പല യുദ്ധങ്ങളെ പറ്റി കേൾക്കും. യുദ്ധങ്ങൾ നടക്കും, യുദ്ധങ്ങളെ പറ്റി കേൾക്കുകയും ചെയ്യും. പലതരത്തിലുള്ള എന്താ പറയുക പെസ്റ്റിലൻസ് അല്ലെ, പല തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞിരിക്കും, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കും, സൂക്ഷിച്ചുകൊള്ളൂ, അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമില്ല. ജാതിയോടും രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും പോകുമ്പോ അവിടെ ഉണ്ടാകും അല്ലെ. ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ എത്ര യുദ്ധം അല്ലെ. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് യുദ്ധങ്ങൾ അല്ലെ നമ്മൾ പലതും കേൾക്കുന്നു, കാണുന്നു അല്ലെ. ഇനിയും വരുന്ന കാലങ്ങളിൽ ഇതിനേക്കാളും വലിയ യുദ്ധങ്ങളൊക്കെ നടക്കാൻ പോകുന്നു. നമുക്കറിയാം ജെറുസലേമിന്റെ ഉള്ളില് വരെ ആൾക്കാര് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയങ്ങൾ വരുന്നു. അതിനെപ്പറ്റിയെല്ലാം നമ്മുടെ ദൈവം യേശുക്രിസ്തു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലെ. ഇനി പലതും നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഇന്റർനെറ്റിലേക്ക് നോക്കുവാണെങ്കിൽ യൂട്യൂബിലൊക്കെ പല വീഡിയോകൾ വരുന്നുണ്ട്. അടുത്ത കൊറോണ വൈറസിനേക്കാളും ശക്തിയായിട്ടുള്ള അതേപോലുള്ളൊരു വൈറസ് ഓൾറെഡി വരാൻ പോകുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളെ പറ്റി പലരും പ്രവചിക്കുന്നു, പലരും അവിടെ ഇവിടെ ആയിട്ടെല്ലാം ന്യൂസിലൊക്കെ നമ്മൾ കേൾക്കുന്നു. പല കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും ഇനി അങ്ങോട്ടുള്ള വലിയ കാലത്ത്. കാരണം ദൈവം അതാ പറഞ്ഞേക്കുന്നത്, യേശുക്രിസ്തു അതാ പറഞ്ഞേക്കുന്നത്. യേശുക്രിസ്തു വെറുതെ വെറും വാക്ക് പറയുന്ന വ്യക്തിയല്ല എന്ന് ചുരുക്കം അല്ലെ. അപ്പൊ എനിക്കിന്ന് പറയാനുള്ളത് ഈ ലോകത്ത് നടക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയല്ല, ചർച്ചിൽ എന്തെന്താണ് നടക്കാൻ പോകുന്നതിനെ പറ്റിയാണ് പറയാനുള്ളത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കും 9ാമത് വാക്കോട്ട്, അന്നു അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയോ കൊല്ലുകയും ചെയ്യും അല്ലെ. അത് നമുക്ക് എല്ലാവർക്കും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലെ. യേശുവിന്റെ മക്കളായിട്ട് തീർന്നിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പേഴ്സിക്യൂഷൻ അല്ലെ. പേഴ്സിക്യൂഷൻ എല്ലാവരുടെയും പേരിലുണ്ടായിരിക്കും. നമുക്കറിയാം 1ാമത്തെ ജനറേഷൻ ചർച്ച് തൊട്ട് ഇങ്ങോട്ട് വരുമ്പോ അല്ലെ എത്രമാത്രം അനുഭവിച്ചു കൂട്ടി അല്ലെ. 6 ലക്ഷം 7 ലക്ഷം ഒക്കെ വരുന്ന ക്രിസ്ത്യൻസിനെ കൊന്നൊടുക്കിയ ചരിത്രങ്ങളുണ്ട്. അപ്പൊ ഇന്നും പല സ്ഥലങ്ങളിലും അതൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു അല്ലെ. അപ്പൊ അതൊക്കെ ഉണ്ടാകും എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു.
പിന്നെ അത് അങ്ങനെ തന്നെ നടക്കുകയും ചെയ്യുന്നു. ഇനി എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും, അല്ലെ? യേശുവിന്റെ നാമനിമിത്തം സകല ജാതികളും സകല ലോകവും നമ്മളെ എന്താ പറയുക വെറുക്കുന്ന കാലം വരും. അപ്പൊ വെറുക്കുന്ന കാലം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഉണ്ടല്ലോ അല്ലെ, നേരത്തെ തൊട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കാരണം നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഒളിമ്പിക്സിൽ അല്ലെ ഫ്രാൻസിൽ നടന്ന കാര്യമൊക്കെ യേശുവിനെ എന്താ പറയാ കളിയാക്കിക്കൊണ്ട് നടത്തിയ ആ കാര്യങ്ങളൊക്കെ നമ്മളെ വെറുക്കുന്നതിന്റെ പാട്ടാണ് അതെല്ലാം, അല്ലെ? യേശുവിന്റെ നാമത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അത് നമ്മളെ ഈ ലോകം വെറുക്കുന്നു എന്ന് നമ്മുടെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ അത് നടക്കുന്നതാണ്. ഇപ്പൊ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യമാണ്, അല്ലെ? ഇനി 10ാമത്തെ വാക്കായിട്ട് എനിക്ക് പറയാനുള്ളത്, പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും, അന്യോന്യം പഴിക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തടുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലെ? അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന അവസാനത്തോടെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നത്. 10ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുക, പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും. ലോകത്തെ പറ്റിയല്ല പറയുന്നത്, ദൈവത്തിന്റെ മക്കളെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത് ഇവിടെ, അല്ലെ? പലരും ഇടറിപ്പോകും, പലരും വീണു പോകും, പലരും യേശുവിനെ വേണ്ടെന്ന് വെച്ചിട്ട് പോകും എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും. മറ്റുള്ളവരെ അവര് ഹെയ്റ്റ് ചെയ്യും, അല്ലെ? ചതിക്കുകയും മറ്റുള്ളവരെ കൊല്ലുന്നതിനോട് ഏൽപ്പിച്ചു കൊടുക്കുകയും, അല്ലെ? ഒക്കെ ചെയ്യുന്ന ഒരു സമയം വരും. ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മളെ പറ്റിയാണ്, ദൈവത്തിന്റെ മക്കളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പലരും നമ്മുടെ ഇടയിൽ നിന്ന് പോകുന്ന സമയം വരുന്നു, അല്ലെ? വീണു പോകുന്ന സമയം വരുന്നു. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കുന്ന സമയം വരുന്നു, അല്ലെ? പലരും ഇടറിപ്പോകുന്ന സമയം വരുന്നിരിക്കും. നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ കള്ളപ്രവാചകന്മാര് പലരും വരുന്ന എന്താ പറയണേ സമയം വരുന്നു. ഇനി അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോവുകയും ചെയ്യും. അനേകരുടെ സ്നേഹം തണുത്തു പോകുന്ന കാലമാണ് വരുന്നത്, അല്ലെ? ഇപ്പോഴും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു, അല്ലെ? തുടങ്ങിയിരിക്കുന്നു, അല്ലെ? നമുക്കറിയാം പലരും അന്നുണ്ടായിരുന്ന ഈ 1ാമത്തെ ജനറേഷനിലെ ചർച്ചിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സ്നേഹത്തിന് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. യേശുവിനോടുള്ള സ്നേഹത്തിന് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു, അല്ലെ? നമ്മളുടെ മനുഷ്യരുടെ യേശുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ അവരെ കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു, ഇന്നും കാണുന്നു, നേരത്തെയും കണ്ടുകൊണ്ടിരുന്നു, അല്ലെ? ഇനി അങ്ങോട്ടുള്ള കാലത്ത് അത് വളരെയധികം കൂടും, അല്ലെ? ദൈവത്തിന്റെ പേര് ഉപയോഗിക്കുക കള്ളപ്രവാചകമായ പലരും വരും, അതിനൊക്കെ സമയം വരും. പക്ഷെ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്നേഹം കുറഞ്ഞു പോകുന്ന ഒരു സമയം വരും, സ്നേഹം തണുത്തു പോകുന്ന ഒരു സമയം വരുന്നു, അല്ലെ? പലതിനെ സ്നേഹിക്കും, ദൈവത്തെ യേശുക്രിസ്തുവിനെ സ്നേഹിക്കാതിരിക്കുന്ന സമയം വരുന്നു. പക്ഷെ ഇവിടെ ദൈവം ഒരു വാണിംഗ് പറയുവാണ്, നീ അവസാനത്തോളം സഹിച്ചു നിന്നില്ലെങ്കിൽ നിനക്ക് രക്ഷയില്ല എന്നുള്ളൊരു കാര്യം, അല്ലെ? നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുക, ദൈവം നമുക്ക് വാണിംഗ് തന്നിരിക്കുക, അവസാനത്തോളം നിൽക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ, ഓവർകം ചെയ്യുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോ 2ാമത്തെ 3ാമത്തെ ചാപ്റ്ററിൽ ചർച്ചുകളെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ചർച്ചുകളോട് 7 ചർച്ചിന് വേണ്ടി, അല്ലെ? 7 എന്നുള്ള നമ്പർ കാണിക്കുന്ന പെർഫെക്ഷനെ പറ്റി കാണിക്കുന്നത്, അല്ലെ? ബൈബിളില്. അപ്പൊ ഒരു 7 ചർച്ചുകൾക്ക് വേണ്ടി യേശുക്രിസ്തു, അല്ലെ, ദൂത് പറയുക. അവിടെ ദൂത് പറയുമ്പോ അവരോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നീ കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ, ഹോളി സ്പിരിറ്റ് എന്താണ് പറയുന്നുള്ളത് കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. അപ്പൊ ചെവി ഉണ്ടായിട്ടും വലിയ കാര്യമില്ല, ചിലരെങ്കിലും കേൾക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെ? യേശുവോട് പറയാം, നമ്മളോട് പറയുക, കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ, ഓവർകം ചെയ്യുന്നവർ, അല്ലെ, വിജയിക്കുന്നവർ മാത്രമേ ഉള്ളൂ ഇവർ ഓരോ കാര്യങ്ങൾ തരുമെന്ന് പറഞ്ഞിരിക്കും, അല്ലെ? എന്താ പറയാ അവര് ടെമ്പിളിന്റെ പില്ലറാക്കെന്ന് പറഞ്ഞ അവത്തിൽ പിതാവിന്റെയും എന്താ പറയുക മകന്റെയും പേരുണ്ടായിരിക്കുമെന്ന് പറയുന്നു. എന്താ പറയുക ഓവർകം ചെയ്യുന്നവർക്ക്, വിജയിക്കുന്നവർക്ക് എന്താ ട്രീ ഓഫ് ലൈഫിലേക്ക് അവർക്ക് അവർക്ക് ആക്സസ് കൊടുക്കുന്നു പറയുന്നു, അല്ലെ? പുതുതായിട്ട് പേര് കൊടുക്കുന്നു പറയുന്നു. അങ്ങനെ പല കാര്യങ്ങൾ ഓവർകം ചെയ്യുന്നവര് 2ാമത്തെ മരണത്തിനും കൊണ്ട് കഷ്ടപ്പെടത്തില്ല, ഹേർട്ട് ചെയ്യപ്പെടത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓവർകം ചെയ്ത് വിജയിക്കുന്നവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അവസാനം വരെ നിൽക്കുന്നവർക്ക്, അവസാനം വരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനമാണ്. അപ്പൊ അതിനു മുമ്പ് യേശുക്രിസ്തു വരുവാണെങ്കിൽ, അല്ലെ, അപ്പൊ ട്രിബുലേഷൻ ഒക്കെ തുടങ്ങുന്ന ആ സമയമാണ്, അവസാനത്തെ കഷ്ടപ്പാടിന്റെ ഒക്കെ സമയത്തൊക്കെയാണ്. ആ സമയത്തൊക്കെ നമ്മളെല്ലാവരും ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ അതിലെല്ലാം തരണം ചെയ്തുകൊണ്ട് യേശുവിന് വേണ്ടി അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾക്ക് തരാൻ പോകുന്നതിനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മിക്കവാറും ആൾക്കാർ പിടിച്ചു നിൽക്കത്തില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഒന്ന് വിചാരിച്ചു, നമ്മുടെ ചർച്ചിന്റെ ഉള്ളിൽ ദൈവത്തോടുള്ള യേശുവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്ന ഒരു കാലം വരുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ന് നമുക്ക് കാണാമെങ്കിൽ, ചുറ്റോടി ചുറ്റും പല സ്ഥലങ്ങളിൽ അത് കാണാൻ പറ്റുമെങ്കിൽ, ദൈവത്തിന് യേശുവിനോടുള്ള
സ്നേഹം അല്ലെ, യേശുവിനോടുള്ള ഒരു ആത്മാർത്ഥത കുറഞ്ഞു പോകുന്ന കാഴ്ച ഇന്ന് തന്നെ നമുക്ക് കാണാമെങ്കിൽ ഇനി മുമ്പോട്ട് വരുന്ന കാലങ്ങൾ അത് വളരെയധികം ഭീകരമായിട്ടുള്ള കാലമായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകട്ടെ എന്ന് യേശു പറഞ്ഞു. എന്ത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പിടിച്ചു നിൽക്കുന്നവരായിരിക്കും, യേശുവിനോടൊപ്പം അല്ലെ വളരെയധികം ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന വ്യക്തികളായിരിക്കുക. അവനെ എനിക്ക് എന്ത് കിട്ടിയില്ലേലും വേണ്ടില്ല, എനിക്ക് എന്റെ ദൈവത്തെ മതി എന്നൊരു ഒരു 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 ആറ്റിറ്റ്യൂഡുമായിട്ട് മുമ്പോട്ട് പോകുന്ന വ്യക്തികൾ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ നമുക്കറിയാം, യേശുവിൽ നിന്ന് ദൈവത്തെ വിട്ടു പോകും എന്ന് പറയുന്നത് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിലാകാതിരിക്കുന്ന ആൾക്കാർ അല്ലെ. ഒരു വിധത്തിലുള്ള ഒരു എന്താ പറയാ ഭക്തി ഉള്ളവര്, പക്ഷെ അതിന്റെ പവർ, ദൈവത്തിന്റെ ആ പവറിനെ ഡിനേ ചെയ്യുന്ന ആൾക്കാർ അല്ലെ. ദൈവത്തില് ആണ് എന്ന് പറയും, പക്ഷെ എന്നാൽ ശരിക്കും ആകാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ നമുക്കറിയാം. യോഹന്നാൻ എഴുതിയ ലേഖനത്തിന്റെ 5-ാമത്തെ ചാപ്റ്റർ 4-ാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കുന്നത്. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസമാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കും. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും സകലത്തിനെയും ജയിക്കുന്നവരാ അല്ലെ. അപ്പൊ എത്രമാത്രം കഷ്ടപ്പാട് വന്നാലും അവരുടെ സ്നേഹം തണുത്തു പോകത്തില്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ. പക്ഷെ അങ്ങനെയാവുമ്പോ ദൈവം പറഞ്ഞിരിക്കുന്ന പലരുടെയും സ്നേഹം എന്താ പറയാ കോൾഡായി പോകുന്നു പറയുമ്പോ, സ്നേഹം തണുത്തു പോകുന്നു പറയുമ്പോ പലരും ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ല നമ്മുടെ ഉള്ളത് എന്ന് ചുരുക്കം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു കൂട്ടത്തിൽപ്പെട്ടത് അവരാകാതിരിക്കും അല്ലെ. നമുക്ക് യൂദായിലേക്ക് വരുമ്പോ, യൂദായില് വളരെ കൃത്യമായിട്ട് യൂദ എഴുതിയിട്ടുണ്ട്. ഒറ്റ ചാപ്റ്ററുള്ളൂ. യൂദ എന്ന് പറയുമ്പോ യേശു ക്രിസ്തുവിന്റെ സഹോദരനായിരുന്നു, ഫിസിക്കലി ഉള്ള സഹോദരനായിരുന്നു അല്ലെ. നമുക്കറിയാം യേശു ഈ ലോകത്തില് മനുഷ്യനായിട്ട് ജനിച്ചപ്പോൾ അല്ലെ, യേശുവിന് പല സഹോദരിമാരൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവത്തിൽ ഒരാളായിരുന്നു യൂദ. ജെയിംസും ഒക്കെ യേശുവിന്റെ സഹോദരനായിരുന്നു. അപ്പൊ ജോണും ജെയിംസും അല്ലെ, അവരെ പറ്റിയല്ല പറയുന്നത്, അല്ലാതെ ഉള്ള ജെയിംസ് എന്നുള്ള ആളുണ്ടല്ലോ, ബുക്ക് എഴുതിയ ജെയിംസ് അല്ലെ, ആ ജെയിംസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ജോണും ജെയിംസും എന്നുള്ളത് യേശുവിന്റെ കോർ ഗ്രൂപ്പിൽപ്പെട്ട 2 സഹോദരന്മാർ. ആദ്യത്തെ ജെയിംസിനെ അല്ലെ, ആ ജെയിംസിനെ ആദ്യമായിട്ട് കൊല്ലുന്നത് അല്ലെ സ്റ്റെഫാനിയോസിന്റെ മരണത്തിന് ശേഷമുള്ള കാര്യം പറഞ്ഞു. അപ്പോസ്തലന്മാരുടെ ഇടയ്ക്ക് എന്ന് വെച്ച് ജെയിംസ് ആണ് ജോണിന്റെ സഹോദരൻ, ജോണിന്റെ സഹോദരൻ അപ്പോസ്തലൻ ജെയിംസ് ആണ് മരിക്കപ്പെടുന്നത്. അത് ആ ജെയിംസിനെ പറ്റിയല്ല പറയുന്നത്, യേശുവിന്റെ സഹോദരൻ ജെയിംസ്. അപ്പൊ യൂദ എന്ന് പറഞ്ഞ യേശുവിന്റെ സ്വന്തം സഹോദരൻ, ഫ്ലഷ് ആൻഡ് ബ്ലഡ് അല്ലെ എന്ന് പറയുമ്പോ, ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന് പറയുമ്പോ യേശു മനുഷ്യരാൽ ജനിക്കപ്പെട്ട ഒരു വ്യക്തി അല്ലല്ലോ അല്ലെ, ദൈവത്താൽ ജനിക്കപ്പെട്ട വ്യക്തി. പക്ഷെ യേശുവിന്റെ സഹോദരൻ, ലോകത്തുണ്ടായിരുന്ന സഹോദരനെ നിർദ്ദേശിച്ചു. അപ്പൊ ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മള് വീണു പോകാതിരിക്കുന്നതിന് വേണ്ടി അല്ലെ. യൂദ എഴുതി ഒരൊറ്റ ചാപ്റ്ററുള്ള യൂദ. അപ്പൊ ഇതിൽ 20 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളോ ഒരു ചാപ്റ്ററിന്റെ 20-21 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ കരുണയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് കൊണ്ടും ദൈവസ്നേഹത്തെ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു. ദൈവസ്നേഹത്തെ നമ്മളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ദൈവസ്നേഹത്തെ നമ്മളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി അല്ലെ നിങ്ങളെ തന്നെ കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക, നിങ്ങളെ ഹോളി ഫെയ്ത്ത് നിങ്ങളെ തന്നെ ബിൽഡപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ കെട്ടിപ്പടുക്കേണ്ടിയിരിക്കുന്നു, ആത്മീയ വർധനം വരുത്തിക്കൊണ്ട് ഇരിക്കേണ്ടിയിരിക്കും. നമ്മൾ വീണു പോകുന്നവരാകരുത്, നമുക്ക് വീണു പോകാൻ സാധിക്കത്തില്ല, നമ്മൾ അങ്ങനെ പോകരുത് നമ്മളെ തന്നെ അല്ലെ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം നമ്മളെ തന്നെ നിർത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ തന്നെ നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിർത്തിയില്ലെങ്കിൽ നമ്മളുടെ ദൈവത്തോടുള്ള സ്നേഹം അല്ലെ അത് തണുത്തു മരവിച്ചു പോകും. ദൈവത്തോടുള്ള സ്നേഹം തണുത്തു മരവിച്ചു പോകുമ്പോ നമ്മളത് കാണിക്കുന്നത് ദൈവത്തിനെതിരായിട്ടുള്ള ഒരു ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിക്കുക പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവത്തെ നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ആത്മാവ് കൊണ്ട് അല്ലെ നമ്മുടെ ശക്തി കൊണ്ട് സ്നേഹിക്കുക എന്ന് പറയുമ്പോ ആ ഒരു കമാൻഡ്മെന്റ് നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മളുടെ ദൈവത്തോടുള്ള സ്നേഹം തണുത്തു പോകുമ്പോ. അപ്പൊ എവിടെ ദൈവത്തോടുള്ള സ്നേഹം തണുത്തു പോകുന്നു, ദൈവത്തിന്റെ കമാൻഡ്മെന്റ് മുറിക്കപ്പെടുന്നു. അതാ പറയാൻ വന്നത്. ദൈവത്തിന്റെ കമാൻഡ്മെന്റ് നമ്മൾ മുറിക്കുന്നത് എവിടെയാണോ, നമ്മളതിനോട് അനുസരണക്കേട് കാണിക്കുന്നത് എവിടെയാണോ, അവിടെ നമ്മൾ ഒരു വാതില് തുറന്നു കൊടുക്കുകയാണ് പിശാചിന് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. അപ്പൊ ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ, അല്ല തണുത്തു പോകുമ്പോ എന്താ പറയുക, ലോകത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് എൻട്രി കിട്ടുന്നു, പിശാചിന് നമ്മുടെ ജീവിതത്തിലേക്ക് എൻട്രി വരുന്നു. അങ്ങനെയുള്ള ആൾക്കാര് തിരിച്ച് ദൈവത്തിലേക്ക് വരുമോ എന്നുള്ളതിനെ പറ്റി, പിന്നെ അവർക്ക് ഒരു റെക്കൺസിലേഷൻ ഉണ്ടോ, പിന്നെ അവർക്ക് തിരിച്ച് യേശുവിലേക്കുള്ള വരവുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാം.
അറിഞ്ഞുകൂടാ അല്ലെ. മിക്കവാറും ആൾക്കാർ നഷ്ടപ്പെട്ടു പോവുക തന്നെ ചെയ്യും. അതായത് യേശു പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ വീണു പോവുക തന്നെ ചെയ്യും. അപ്പൊ ഇങ്ങനെ വീണു പോകുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരിക്കരുത് അല്ലെ. നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക. ഇനി നമ്മളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് കാര്യമില്ല അല്ലെ, നമ്മളുടെ കൂടെ നിൽക്കുന്നവരെയും കൂടെ സൂക്ഷിക്കുക അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്നു അല്ലെ. സഹോദരങ്ങളെ നമ്മളെല്ലാവരും ഈ ലോകത്തുള്ള മാതാപിതാക്കളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പലരുടെയും മക്കളായിട്ട് ജനിച്ചവരാണ്, അത് വാസ്തവമുണ്ട്. പക്ഷെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മുടെ ആത്മാവ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒറ്റ വ്യക്തിയാണ്, യേശുക്രിസ്തു മാത്രമാണ്. അപ്പൊ യേശുവിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് നമ്മൾ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്നേഹിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക തന്നെ ചെയ്യണം അല്ലെ. ഇതേ യൂഥിൽ തന്നെ 22-ാമത്തെ 23-ാമത്തെ ഒക്കെ വാക്കെടുത്ത് നോക്കും, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് വീക്കായിട്ടുള്ളവർ അല്ലെ, സംശയിക്കുന്നവര്, വിശ്വാസം അധികം ഉറച്ചിട്ടില്ലാത്തവരെ ആൾക്കാരെ അല്ലെ, വേവർ ചെയ്യുന്ന ആൾക്കാരെ, അവരോട് കരുണ കാണിച്ചുകൊണ്ട് അല്ലെ, അവരെയും എന്താ പറയാ എരിഞ്ഞു പോകാൻ പോകുന്ന തീയിൽ നിന്ന് അവരെ സ്നാച്ച് ചെയ്തുകൊണ്ട് അവരെ നമ്മൾ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യണം അല്ലെ. അവരെ ഹെൽപ്പ് ചെയ്യണം യേശുലേക്ക് വരുന്നതിന് വേണ്ടി അല്ലെ. അപ്പൊ ഇവരെ ഹെൽപ്പ് ചെയ്ത സമയത്ത് അതിന്റെ ഇടയിൽപ്പെട്ട് നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുത്തല്ലേ. അപ്പോ നമ്മളെ സൂക്ഷിച്ചുകൊണ്ട് നമ്മളുടെ വിശ്വാസം നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് അല്ലെ, വേവർ ചെയ്യുന്ന ആൾക്കാരെ, അവര് വീക്കായിട്ടുള്ള ഫെയ്ത്ത് ഉള്ള അല്ലെ, വളരെ എന്താ പറയാ സംശയിക്കുന്നവരായിട്ടുള്ള അല്ലെ, അധികം ശക്തി ഇല്ലാത്തവരെ, വിശ്വാസ ശക്തി ഇല്ലാത്തവരെയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഗലാത്യർക്കകത്ത് ലേഖനത്തിൽ 6-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 1-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഏതെങ്കിലും നമ്മളുടെ ഇടയിലുള്ള സഹോദരന്മാരിൽ ആരെങ്കിലും അല്ലെ, കൂട്ടുവിശ്വാസികളിൽ ആരെങ്കിലും പാപത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ളവരാണെങ്കിൽ ആത്മീയരായ നമ്മൾ അല്ലെ, അവരെ സൗമ്യതയുടെ ആത്മാവിനാൽ അവരെ യഥാസ്ഥാനത്തേക്ക് ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. എന്ന് വെച്ചാൽ പാപത്തിലേക്ക് പോകുന്ന പലരും ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ ആത്മീയരായിരിക്കുക ആദ്യമായിട്ട് അല്ലെ, നമ്മൾ സ്ട്രോങ് ആയിരിക്കുക. അപ്പൊ നമ്മൾ സ്ട്രോങ് ആയി നിന്നുകൊണ്ട് അല്ലെ, നമ്മൾ ടെംപ്ടേഷനിലൊന്നും അകപ്പെട്ട് പോകാതെ, ഇവിടെ ഇതേ വാക്ക് തന്നെ പറഞ്ഞിട്ട്, നെയ്യും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ഗലാത്യർക്കകത്ത് 6-ാമത്തെ ചാപ്റ്ററിന്റെ 1-ാമത്തെ വാക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പാപത്തിലേക്ക് പോയ ആൾക്കാരെ അവിടെ നിന്ന് സൗമ്യമായിട്ട് അവരെ ജഡ്ജ് ചെയ്യാതെ, അവരെ കുറ്റപ്പെടുത്താതെ, സൗമ്യതയുടെ ആത്മാവിനോടുകൂടെ അല്ലെ, സൗമ്യമായിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരും ദൈവത്തിലേക്ക്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ വീണു പോകാതിരിക്കാൻ ശ്രമിക്കുക അല്ലെ. പിന്നെ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ ചാപ്റ്ററിൽ 16-ാമത്തെ വാക്ക് ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ കൂട്ടുവിശ്വാസി ആരെങ്കിലും എന്താ പറയാ മരണത്തിലേക്ക് നയിക്കാത്ത തരത്തിലുള്ള പാപം ഉണ്ടെങ്കിൽ അല്ലെ, മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന പാപമുണ്ട്, മരണത്തിനല്ലാത്ത പാപമുണ്ട്. അപ്പൊ മരണത്തിലേക്ക് കൊണ്ടുപോകാത്ത തരത്തിലുള്ള പാപം ചെയ്യുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവം അവരെ റിസ്റ്റോർ ചെയ്യുക തന്നെ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം നമ്മളോട് പറഞ്ഞു വെച്ചാല്, വീണു പോകും ആൾക്കാർ, അങ്ങനെ വീണു പോകുന്നവരാകരുത്. നമ്മളെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യും, നമ്മളെ തന്നെ യേശുവിൽ വളർത്തിക്കൊണ്ടുവരും അല്ലെ. കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ യേശുവിൽ റൂട്ടഡ് ആയിരിക്കണം, നമ്മള് ബിൽഡപ്പ് ആയിരിക്കണം യേശുവില്. അതോടൊപ്പം തന്നെ നമ്മളുടെ വിശ്വാസത്തിൽ നമ്മൾ എന്താ പറയുക എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കണം അല്ലെ, നമ്മൾ വേരുറച്ചവരായിരിക്കണം. പിന്നെ എന്താ പറയുക, നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് നമ്മുടെ കൂട്ടായിട്ടുള്ള സഹോദരന്മാർ അല്ലെ, വിശ്വാസത്തിലുള്ള സഹോദരന്മാർ, അവർക്ക് എന്തെങ്കിലും ഒരു വ്യതിചലനം വന്നിട്ടുണ്ട്, അവരേതെങ്കിലും രീതിയിൽ പാപത്തിലേക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ അവരെയും തിരിച്ചു കൊണ്ടുവരണം, യേശുവിലേക്ക് കൊണ്ടുവരണം. നമ്മൾ പരസ്പരം സഹായിച്ചുകൊണ്ട് ജീവിച്ച് മുമ്പോട്ട് പോകുന്ന പറഞ്ഞിരിക്കുന്നത്. വീണു പോകരുത് അല്ലെ, വീണു പോകരുത്. അപ്പൊ ആരെങ്കിലൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരന്മാരൊക്കെ വീണു പോകുമ്പോൾ അത് വരണം, അവൻ ചെയ്തത്, അവൻ എങ്ങനെ ഉള്ളവനാണെന്ന് എനിക്കറിയാം, അങ്ങനെയുള്ള വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അല്ലെ, എനിക്ക് അവന്റെ പോക്ക് കണ്ടപ്പോഴേ അറിയായിരുന്നു, അവൻ ഇങ്ങനെ അല്ല അവൾ ഇങ്ങനെയായി തീരുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു, സഹിക്കട്ടെ ഇപ്പൊ, അങ്ങനെയൊക്കെയുള്ള വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അവരെ രക്ഷപ്പെടുത്തുക അല്ലെ. തീയിൽ നിന്ന് ഒരിക്കലും കെട്ടുപോകാത്ത തീയിൽ നിന്ന് അവരെ സ്നാച്ച്, അവരെ അവിടുത്തെ വിടുവിച്ചുകൊണ്ട് വരിക. അതാ ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മൾ അങ്ങോട്ട് പരസ്പരം സഹായിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അല്ലെ, നമ്മൾ പരസ്പരം എന്താ പറയുക യേശുവിലായിരിക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്നാ പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മുടെ ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെയാട്ടെ. അപ്പൊ നമ്മൾ മറക്കാതിരിക്കുക, അവസാനത്തെ കാലങ്ങൾ അടുത്തിരിക്കുന്നു അല്ലെ. വളരെയധികം കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യാൻ പോയിരിക്കുന്നു അല്ലെ. വളരെയധികം ഈ ഇന്റർനെറ്റിന്റെ ഒക്കെ അതിപ്രസരം അല്ലെ, ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ, AI എന്നൊക്കെ പറഞ്ഞൊക്കെ വന്നിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ട്, വാട്സാപ്പും ഫേസ്ബുക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വന്നിട്ട് പാപം ചെയ്തു പോകാനുള്ള, ദൈവത്തിൽ നിന്ന് വീണു പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അല്ലെ. ഇപ്പൊ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്തു നോക്കുക അല്ലെ, ടീനേജേഴ്സ് ഒക്കെ വളരെയധികം വീണു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന സമയത്തെക്കാളൊക്കെ ഇപ്പൊ വളരെയധികം ലോകം മാറിയിരിക്കുന്നു. അപ്പൊ വീണു പോകാൻ അല്ലെ, കുഞ്ഞുങ്ങൾ തന്നെയല്ല, നമ്മളും വലിയവരും എല്ലാം വീണു പോകാനുള്ള ചാൻസ് വളരെയധികം കൂടിയിരിക്കുന്നു.
അപ്പൊ അങ്ങനെയാകുമ്പോ ഒന്നും വീണ്ടു പോകാതെ യേശുവിലായിരിക്കുന്നവരായിരിക്കട്ടെ. അങ്ങനെയുള്ളവർക്ക് മാത്രം, ഓവർകം ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ അല്ലെ, ഓവർകം ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ വിജയിക്കത്തുള്ളൂ. ഓവർകം ചെയ്യുന്ന വ്യക്തികളാകട്ടെ നമ്മൾ. അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത് അല്ലെ. നമ്മളുടെ സ്നേഹം അത് തണുത്തു പോകാൻ ഇടവരുത്തരുത്. നമ്മുടെ ദൈവത്തെ വേണ്ടെന്ന് വെച്ചിട്ട് പോകുന്ന ഒരവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അല്ലെ. അങ്ങനെ ഉണ്ടാകരുത്. നമ്മൾ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക, ദൈവത്തിലേക്ക് മുറുകെ പിടിക്കുക, ഒരു കാരണവശാലും വിട്ടുപോകരുത് അല്ലെ, ഒരു കാരണവശാലും വിട്ടുപോകരുത്. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയുള്ളൂ. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവ് ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവ് താങ്ക് യു ജീസസ് മാസ്റ്റർ, താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി മാസ്റ്റർ ഫാദർ ഗോഡ്. കർത്താവെ അങ്ങ് വരുന്നു എത്രയും പെട്ടെന്ന് കർത്താവ്. സമയവും ഡേറ്റും ഞങ്ങൾക്ക് അറിയത്തില്ല, അത് വാസ്തവം. പക്ഷേ കർത്താവ് അങ്ങ് തിരിച്ചു വരുന്നു കർത്താവ് ലോർഡ് ഫാദർ ഗോഡ്. അങ്ങയുടെ വരവിനായിട്ട് ഞങ്ങളെ തന്നെ ഒരുക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അങ്ങിലേക്ക് കർത്താവ് ലോർഡ് കർത്താവ് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് അള്ളിപ്പിടിച്ചിരിക്കാൻ കർത്താവ് ലോർഡ് ഒരു കാരണവശാലും അങ്ങനെ വിട്ടുകളയാതിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. താങ്ക് യു ജീസസ്, പ്രൈസ് യു ഹോളി നെയിം, വർഷിപ്പ് യു മാസ്റ്റർ. കർത്താവെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് കൃപ അവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്ന യേശുവിൻ നാമത്തിൽ ആമേൻ. കൂട്ടാളിയായിരിക്കുന്നതിന് നന്ദി പറഞ്ഞു യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്ന് കേട്ട ദൈവത്തിനകത്ത് മാത്രം ഉണ്ടാകട്ടെ.